കേരളത്തിൽ ഇന്നും പൊതുസമൂഹത്തിനിടയിൽ ഈ ആക്രി ബിസിനസ്സിന് ഒരു അയിത്തം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ആക്രി ബിസിനസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയ വളരെ ചുരുക്കം ചിലരേ ഉള്ളൂ. അവരാണെങ്കിൽ ചില തട്ടിപ്പിൽ ഇരയായി തീരുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഈ ആക്രി ബിസിനസ് വലിയ ലാഭമുള്ള ബിസിനസ്സാണ്. പക്ഷേ പൊതുവേ അത് ചെയ്യാൻ ആരും തയ്യാറാകില്ല. അത് ചെയ്യുന്നവരാകട്ടെ വലിയ തോതിൽ അതിനകത്ത് ക്രമക്കേടുകൾ നടത്തുന്നതായിട്ടും ഒക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ ചില ആക്രി ഈ സ്ക്രാപ്പ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, ആക്രികൾ വന്ന് പ്രത്യേകിച്ചും ഈ ഇരുമ്പ് സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ലോഹങ്ങൾ, ഇതൊക്കെ ഒടിച്ച് മടക്കി ഇത് വലിയ തോതിൽ ഇത് ട്രക്കുകളിൽ കയറ്റി കോയമ്പത്തൂരേക്ക് വിടുകയാണ് ചെയ്യുന്നത്. കോയമ്പത്തൂർ വളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് കോയമ്പത്തൂരിൽ ഇതിനെ എന്താ പറയേണ്ടത്, തിരിച്ച് അതിൻ്റെ ആ ഏത് ലോഹം, ഇപ്പം ഇരുമ്പാണെങ്കിൽ അതിനെ ഇരുമ്പിൻ്റെ അയിരാക്കി മാറ്റുന്ന തരത്തിലുള്ള ഉരുക്കി അത്തരം ചില കേന്ദ്രങ്ങളുണ്ട്, അത്തരം ചില ഫാക്ടറികളുണ്ട്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ കേരളത്തിൽ നിന്ന് ഈ ആക്രി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഞാൻ ലോഹങ്ങളുടെ കാര്യം പറഞ്ഞു, അതുപോലെ പേപ്പറുണ്ട്, അതുപോലെ ഈ എന്താ പറയേണ്ടത് മറ്റു ചില പദാർത്ഥങ്ങൾ, ഈ പ്ലാസ്റ്റിക്, നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന, പുനരുപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഇതുപോലെ എടുത്തിട്ട് തമിഴ്നാട്ടിലേക്ക് കൊടുത്ത് അതവിടെ പ്രോസസ്സ് ചെയ്ത് മാറ്റുന്ന അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് വാസ്തവം പറഞ്ഞാൽ വലിയ ലാഭമുള്ളൊരു ബിസിനസ്സായിട്ടാണ് പൊതുവെ ഇപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേര് ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് കോടികൾ ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് അതിലെ സംശയാസ്പദമായ കാര്യം. ഈ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഒരു കിള്ളിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആക്രി വ്യാപാരികളുടെ ഒരു കേന്ദ്രം തന്നെയുണ്ട്. അതൊരു PRS എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയുടെ തൊട്ടടുത്താണ്. അവിടെ കുറേ നാൾ മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അവിടെ ഒരു വലിയ തീപിടുത്തം നടന്നു. അപ്പോൾ ആ തീപിടുത്തം നടന്നത് ആൾക്കാർക്ക് പരിക്കൊന്നും ഉണ്ടായില്ല, ആരും വേറെ പൊള്ളലേറ്റ് മരിക്കുകയോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആ തീപിടുത്തത്തിൻ്റെ ചുവട് പിടിച്ചുണ്ടായ അന്വേഷണം വളരെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളിലേക്കാണ് ചെന്നത്. എന്താണ്? പല സ്ഥാപനങ്ങളും, ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. ഇതിന് നഗരസഭയിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ രജിസ്റ്റർ ചെയ്യണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിന് സംവിധാനമുണ്ട്. അതൊന്നും ഇല്ലാതെ സ്ഥാപനങ്ങൾ കൂടുതലും പ്രവർത്തിക്കുന്നതെന്ന് അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി. വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്നതാണ്. വ്യാജ രജിസ്ട്രേഷൻ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് വെറുതെ അങ്ങ് തുടങ്ങുന്നു, അവിടെ ഈ ആക്രികൾ ശേഖരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതവിടെ ഈ കൊണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കും, അവരെ പറഞ്ഞു വിടും. ഇതവിടെ ഈ പറഞ്ഞതുപോലെ അടിച്ചൊതുക്കി ഒരു 4 ട്രക്കിൽ കയറ്റേണ്ട സാധനത്തിനെ ഒരു ട്രക്കിലേക്ക് അടിച്ചൊതുക്കി കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിടുന്നതിനെ സംബന്ധിച്ച് അതിന് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്താലും അതിന് നിയമസമ്മതി വേണം, നിയമത്തിൻ്റെ അനുവാദം വേണം, അല്ലേ? ഇപ്പോൾ പറയുന്നത് പോലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് രജിസ്റ്റർ ചെയ്യണം, ഇങ്ങനെയൊക്കെ. പക്ഷേ ഇതൊക്കെ പേരിന് എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇതിന് കൃത്യമായി ഈ പറഞ്ഞതുപോലെ ഒരു നികുതി അടയ്ക്കാനോ ഈ വർക്കിംഗ് ഫീസ്, ലൈസൻസ് ഫീസ് കൊടുക്കാനോ ഒന്നും തയ്യാറാകത്തില്ല. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നത് പോലെ അല്ലല്ലോ, ഇതിന് അങ്ങനെ നികുതി കിട്ടത്തില്ലല്ലോ. ഇത് ഉപയോഗിച്ച് നശിച്ചു പോയൊരു സാധനം, പൊട്ടിപ്പൊളിഞ്ഞൊരു സാധനം നമ്മൾ കളയുന്നു. ഈ കളയുന്നതിനെയാണ് പലരും പെറുക്കി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് അവർക്കൊരു ജീവിതമാർഗ്ഗമാണ്, എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ വരുന്ന ആ സാധനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അതിന് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ചില ഫീസെല്ലാം വെച്ച് ഏർപ്പാട് ചെയ്ത് ഇത് നടത്തിക്കൊണ്ട് പോകാൻ. മാത്രമല്ല ഇതിന് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അവിടെ തീ പിടിക്കുന്ന സാധനങ്ങൾ ഇതിനകത്ത് കാണും, നമുക്കറിയില്ലല്ലോ. സ്ക്രാപ്പ് എന്ന് പറയുന്നത്, ഈ ആക്രി എന്ന് പറയുന്ന സാധനം എന്തുമാവാം. അപ്പോൾ അതിനകത്ത് തീ പിടിക്കുന്നതുണ്ടാവും. അപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കണം. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ആക്രി ശേഖരിച്ച് തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പോയി നോക്കൂ, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ ഉണ്ടാവില്ല. ഈ തീ പിടിച്ചാൽ അത് അണയ്ക്കാനുള്ള ഒരു സംവിധാനവും അവിടെ കാണില്ല. നമ്മൾ ബാക്കി ഏത് ബിസിനസ് എടുത്ത് നോക്കിയാലും അത്യാവശ്യം അതൊക്കെ കാണും. ഒരു കട നടത്തുമ്പോൾ പോലും, ഒരു ചെറിയ കടയാണെങ്കിൽ പോലും അവിടെ ഈ അഗ്നിശമന സംവിധാനത്തിനുള്ള കാര്യങ്ങൾ കാണും. ഇതൊന്നുമില്ല. എന്നാൽ ഇത് തീ പിടിക്കാൻ വളരെ സാധ്യതയുള്ളൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അന്ന് ഈ തിരുവനന്തപുരത്ത് ഈ സംഭവം ഉണ്ടായപ്പോഴാണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് വഴി പിന്നീട് ഇത് IB ഒക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ഥാപനം നടത്തുന്ന പലരുടെയും ചുറ്റുപാടുകൾ ദുരൂഹമാണ് എന്ന് മനസ്സിലായി.
ചുറ്റുപാടുകൾ ആ ദുരൂഹമാണ്. ഇവർക്കൊക്കെ ചില ഇപ്പോൾ നിരോധിക്കപ്പെട്ട രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് ബന്ധമുണ്ടോ? ഇപ്പോഴത്തെ നിരോധിക്കപ്പെട്ട സംഘടനകളായിട്ടൊക്കെ ചില ബന്ധങ്ങളുണ്ട് ചിലർക്ക്. പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ കണ്ടെത്തി. അതിൻ്റെ പേരിൽ കുറേ അന്വേഷണമൊക്കെ നടന്നു, പലരെയും വിളിച്ച് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഗൗതം ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ള കാര്യം, ഈ അടുത്ത കാലത്ത് നമ്മുടെ പാലക്കാട് നിന്ന് ഒരാൾ പിടിയിലായി. നാസർ എന്നാണ് പേര്. നാസർ എന്നാണ് പേര്. അയാൾ ഒരു ആക്രി വ്യാപാരിയാണ്. എന്തിനാണ് പിടിയിലായത്? അയാൾ ആക്രി വ്യാപാരത്തിൻ്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കേസ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. അത് അയാൾ 30 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് ഇതിനകത്ത് നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണത്? അത് പറയാം, അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. ഇയാൾ വല്ലപ്പുഴ സ്വദേശിയാണ് നാസർ. ഇയാൾ 80ഓളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അത് തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ആക്രി വ്യാപാരം നടത്തുമ്പോൾ നമുക്കൊരു വരുമാനം കിട്ടും. ആ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് അടയ്ക്കണം. അത് അടയ്ക്കാതെ ഇയാൾ അത് മുക്കി അത് തട്ടിയെടുത്തു. സർക്കാരിലേക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതെ തട്ടിയെടുത്തു എന്നാണ്. അതിന് അയാൾ 80ഓളം വ്യാജ രജിസ്ട്രേഷൻ, അതായത് ഞാൻ ഇന്നിടത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്ന തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം വ്യാജമായിരുന്നു. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ, കാരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു നമ്പരും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ കൊടുക്കും അല്ലേ? അവിടെ അതിൻ്റെ ചില കണക്കുകളും ഉണ്ടാവും. കാരണം ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഈ ഇൻപുട്ട് ടാക്സ് കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ അയാൾ ചെയ്തിട്ടില്ല. പകരം എന്താ, അയാൾ സ്വന്തമായിട്ടൊരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തട്ടിപ്പ് നടത്തുകയായിരുന്നു. അങ്ങനെ അയാൾക്ക് ഏതാണ്ട് 30 കോടി രൂപ അയാൾ സർക്കാരിലേക്ക് അടയ്ക്കാനുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇയാൾക്ക് പാലക്കാട് 3 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇയാൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊച്ചിയിലെ അമൃത ആശുപത്രി ഉണ്ടല്ലോ, അതിരിക്കുന്ന സ്ഥലത്ത്, അതിൻ്റെ റിസപ്ഷൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരിൽ പോലും അയാളൊരു രജിസ്ട്രേഷൻ നടത്തി വെച്ചിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്. അപ്പോൾ 1 വർഷത്തോളം ഈ ഉദ്യോഗസ്ഥർ ഇയാളെ നിരീക്ഷിച്ചു. നമ്മുടെ ഈ സംയുക്തമായിട്ടാണ് ഇത്. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, ഈ ടാക്സ് വകുപ്പ് മാത്രമല്ല, മറ്റു പലരും. അത് കുറച്ചുകൂടെ അതിനകത്ത് വിവരങ്ങൾ പുറത്തു വരാനുണ്ട്, കുറേ ദുരൂഹതകളുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ പൂർണ്ണമായിട്ടും വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ചാണ് നമ്മളിത് പറയുന്നത്. ഈ പാലക്കാട് ഓങ്ങല്ലൂരിൽ ആണ് ഇയാൾക്ക് 3 സ്ഥാപനങ്ങളുള്ളത്. എന്നാൽ 80ഓളം മേൽവിലാസങ്ങളിൽ ഇയാൾ രജിസ്ട്രേഷൻ, വ്യാജ ഡീലർ രജിസ്ട്രേഷൻ നടത്തിയെന്നാണ്, അത് ഉപയോഗിച്ച് ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി അമൃത ആശുപത്രിയുടെ അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പേരിൽ പോലും അയാൾക്കൊരു രജിസ്ട്രേഷനുണ്ട്. 200 കോടിയുടെ ഇടപാടാണ് ഇയാൾ നടത്തിയത്. അങ്ങനെയാണ് അതിൽ 30 കോടിയുടെ നികുതി വരുന്നത്. അത് ഇയാൾ അടച്ചില്ല. അത് ഇവർ കണ്ടെത്തി. കൃത്യമായിട്ട് 1 വർഷം ഇയാളെ നിരീക്ഷിച്ച് ഇയാളെ പുറകെ നടന്ന് സംഗതി തെളിവുകളെല്ലാം ശേഖരിച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിനകത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു ആക്രി വ്യാപാരിക്ക് 200 കോടി രൂപയുടെ ബിസിനസ് നടത്താൻ പറ്റുന്നു എങ്കിൽ അതൊരു ചെറിയ വ്യാപാരമാണ്, വലിയ വ്യാപാരമാണ്. വലിയ വ്യാപാരമാണ്. അപ്പോൾ ഈ വലിയ വ്യാപാരം, ഇനി അത് വലിയ വ്യാപാരമാണെങ്കിൽ അതിൻ്റെ പണം വരുന്ന വഴികൾ എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, ആരൊക്കെ, ഇതെല്ലാം അന്വേഷിക്കണ്ടേ? ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്സും അല്ലെ, അത്രയും ചെലവ് കുറഞ്ഞ ബിസിനസ്സാണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, വലിയ നിക്ഷേപം വേണ്ട. അങ്ങനെ വലിയ നിക്ഷേപം ഇല്ലാതെ ചെയ്യുന്ന ഈ ബിസിനസ്സിൽ ഇത്രയും കോടി രൂപ വന്നു എന്ന് കേൾക്കുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികത തോന്നുന്നില്ലേ? തോന്നാം, തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമല്ല, പല സ്ഥലത്തും ഈ ആക്രി കേന്ദ്രങ്ങൾ, ഈ ആക്രി കൊണ്ടുവന്ന് ശേഖരിച്ച് ഇതുപോലെ ട്രക്കിലേക്ക് ആക്കി വിടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, പലയിടത്തും തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയ, കഴിഞ്ഞൊരു 3-4 വർഷത്തിനിടയ്ക്ക് തുടങ്ങിയ ഒരു പ്രതിഭാസമാണത്. ഇപ്പം അത് മാത്രമല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു വാർത്ത പറയുന്നത്, ഈ ആക്രി കേന്ദ്രങ്ങളെ ആ കേന്ദ്രങ്ങളെ നോക്കിക്കൊണ്ട് ചില സാധനങ്ങളൊക്കെ, ഈ ബോംബ് പോലുള്ള, തോക്ക് പോലുള്ള ആയുധങ്ങളൊക്കെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ചില ആയുധങ്ങളൊക്കെ, തോക്ക് പോലുള്ള ആയുധങ്ങൾ, ചെറിയ ഈ സ്റ്റീൽ ബോംബ് പോലുള്ള ആയുധങ്ങളൊക്കെ ഈ കോഴിക്കോട് പോലുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം വളരെ ഗൗരവത്തിൽ കേരളം പരിശോധിക്കേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയണം. ഈ എല്ലാ ആക്രി കച്ചവടക്കാരും കുഴപ്പക്കാരല്ല. ഇതിനകത്ത് മര്യാദയ്ക്ക് അവർ എത്രയോ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ആക്രി ശേഖരിച്ച് കൊണ്ടുവന്ന് അത് തമിഴ്നാട്ടിന് കൈമാറി
അത് അവരുടെ ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെ ചില സംഭവങ്ങൾ, ഇത്തരം ഒരു സംഭവം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കണം, ഇവർക്ക് പണം വരുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം. അതിലുപരി തദ്ദേശ സ്ഥാപനങ്ങൾ ശക്തമായ നിയമം നിർമ്മിക്കണം. ഇവർക്ക് കൃത്യമായ ലൈസൻസും അവരുടെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളും അതിൻ്റെ ടാക്സും അതിൽ ലഭിക്കേണ്ട നികുതിയൊക്കെ നിർണയിച്ചു വളരെ കൃത്യമായിട്ട് ഈ കാര്യം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ നാട്ടിൽ ഇനിയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു അപകട സൂചനയാണ്. ഈ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ അത് വലിയ കുഴപ്പമില്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന സാധനമാണ് ഈ ആക്രിയായി തീരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ പോലീസ് സ്റ്റേഷനുകളാണ്. കുറെ കാലങ്ങളായിട്ട് ഈ വണ്ടികൾ, കേസിൽപ്പെട്ട വണ്ടികളൊക്കെ കെട്ടിക്കിടന്ന് ശരിയാണ്, ഒരുപാട് അവര് കിടന്ന് ദ്രവിച്ച് തുരുമ്പിച്ച് ആകെ നാശക്കോടാലി ലേലം ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി. ഇതൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവര് കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ തല്ലി പൊളിച്ച് ഇതിനെ പാർട്ടാക്കിയാണ് പിന്നെ ഇവര് കൈമാറ്റം ചെയ്യുന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസ് ഉണ്ടല്ലോ, അതിൽ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനവും ഒരു വാഹനവും പിന്നെ 2 ബൈക്കുകളൊക്കെ ഇപ്പോഴും എറണാകുളം CBI സ്പെഷ്യൽ കോടതി അവിടെ ആ വളപ്പിൽ ഇപ്പോഴും ഉണ്ട്, കാട് മൂടി പിടിച്ച്. അതെ, ഇതൊക്കെ നമ്മളെ വാസ്തവത്തിൽ ഈ ആക്രി വ്യാപാരത്തിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ അതിനു വേണ്ടുന്ന നിയമമൊക്കെ നിർമ്മിച്ച് ഇത് നേരെ ചൊവ്വേ നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റട്ടെ. ഇതിനകത്ത് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ഈ വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.